മഴ തോരും മുന്നേ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയ്ക്ക് ആക്സിഡന്റ് ഒക്കെ പറ്റിയിരിക്കുന്ന സമയത്ത് തന്നെ രോഹിത് സത്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അലീന തന്റെ ചേച്ചിയാണെന്നുള്ള. അതിനുശേഷം രോഹിത്തിന് അലീനയുടെ അടുത്ത് ഒരുപാട് സ്നേഹമായിരിക്കും. അങ്ങനെ വൈജ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. ആക്സിഡന്റ് ഒക്കെ പറ്റി വൈജയ്ക്ക് ഒരു സർജറി ഉണ്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് വൈജ ഇപ്പോഴും ഐസിയുൽ തന്നെയായിരിക്കും. ബാലേന്ദ്രൻ മാത്രമാണ് വൈജയ്ക്ക് അവിടെ കൂട്ടിയിരിക്കുന്നത്. ഭവിതയൊന്നും വൈജയെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. രോഹിത് പിന്നെ ഇടയ്ക്കും തലയ്ക്കും വൈദ്യരെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. അങ്ങനെ രോഹിത് തന്റെ റൂമിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങി വരാണ്. അപ്പൊ ബബിത ഹാളിൽ ഇരുന്നു കൊണ്ട് തന്റെ കാമുകനായിട്ടുള്ള അമലുമായിട്ട് നല്ല ചാറ്റിംഗ് ആയിരിക്കും. രോഹിത്തിനെ കണ്ടതും ബബിത നൈസായിട്ട് ഫോൺ അങ്ങ് താഴത്തേക്ക് വെക്കും. ആരോടാടി നീ ഇങ്ങനെ ചിരിച്ചോണ്ട് ചാറ്റ് ചെയ്യുന്നത്? എന്നെ കണ്ടപ്പോ നീ എന്തിനാടി ഫോൺ താഴത്തേക്ക് വെച്ചത്? ഹോ, അതെന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു. അവൾ ഒരു തമാശകളെല്ലാം പറയായിരുന്നു. ഹും, അവളായാൽ കൊള്ളാം. അതൊക്കെ പോട്ടെ. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് നീ എപ്പോഴെങ്കിലും അമ്മയുടെ അടുത്തൊന്ന് പോയി നോക്കിയോ? അതിന് രോഹിയേട്ടാ, അമ്മ ഐസിയുലല്ലേ. അവിടെ പോയാലും നമുക്ക് പുറത്തു നിന്നല്ലേ കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ നമ്മൾ പോയിട്ട് എന്താ കാര്യം? അതല്ലടി, സ്ത്രീകൾ ആരെങ്കിലും വേണ്ടേ അമ്മയുടെ കൂടെ? അച്ഛൻ മാത്രല്ലേ പാടെ നിൽക്കുന്നത്. അച്ഛനൊക്കെ എത്രമാത്രം കെയർ ചെയ്യാൻ പറ്റും? അതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? ഒന്നാമത് അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ ഭവിത പറയുന്നുണ്ട്, ഹോ പിന്നെ അച്ഛനൊരു കുഴപ്പമില്ല, ബ്ലോക്കാണ്, ഹാർട്ട് അറ്റാക്ക് ആണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അച്ഛൻ ഒരുപാട് ദിവസം അഭിനയിച്ച് കട്ടിലിൽ കിടന്നില്ലേ. അതൊന്നും വലിയൊരു രോഗമല്ല. അച്ഛൻ നിന്നോളം അമ്മയ്ക്ക് അറിയില്ല. അച്ഛൻ കാരണല്ലേ ഇപ്പൊ അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നത്. അപ്പൊ രോഹിത് പറയുന്നുണ്ട്, അച്ഛനൊരു രോഗിയാണോ? അച്ഛന് രോഗമുണ്ടോ എന്നതല്ല വിഷയം. നമ്മുടെ അമ്മയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഒന്ന് പോയി കാണുകയെങ്കിലും വേണ്ടേ? ഞാൻ നാളെ എന്തായാലും അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. നീയും എന്റെ കൂടെ പോര്. ഓ പിന്നെ ഞാനൊന്നും വരുന്നില്ല. എനിക്ക് കുറെ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ചു കഴിഞ്ഞാൽ അമ്മ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് വാതിലിന്റെ ഉള്ളിൽ കൂടെ അമ്മയെ കണ്ടിട്ട് എന്ത് കാര്യാണ്? അല്ലടി, അവിടെ പെണ്ണുങ്ങൾ ആരെങ്കിലും വേണ്ടേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനും മനുവേട്ടനാണ് മാറി മാറി നിൽക്കുന്നത്. എന്തായാലും കൃഷ്ണമോള് ചെറുതാണ്, അതുകൊണ്ട് അവളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നീ വേണം ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എന്നൊക്കെ രോഹിത് പറയുമ്പോ ബബിത പറയുന്നുണ്ട്, അവിടെ അമ്മയെ നോക്കാനായിട്ട് നേഴ്സുമാരൊക്കെ ഉണ്ട്. ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും, ഇതൊക്കെ ഇങ്ങനെയടി പഠിക്കേണ്ടത്, എനിക്കറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിക്കല്ലേ വേണ്ടത്. നീയൊക്കെ ആദ്യം എന്തെങ്കിലും വച്ചുണ്ടാക്കി പഠിക്കി. ഒറ്റയ്ക്കാവുമ്പോൾ എന്തേലും കഴിക്കണ്ടേ? ഇത് രോഹിത്തേട്ടാ, എന്നെ നിങ്ങൾ അടുക്കളക്കാരെയൊക്കെ നോക്കണ്ട. അപ്പൊ രോഹിത് പറയും, ഞാൻ നിന്നെ അടുക്കളക്കാരെയൊക്കെ നോക്കിയതല്ല. വീട്ടിലെ ജോലിക്കാരില്ലെങ്കിൽ എന്തേലും വച്ചുണ്ടാക്കി കഴിക്കണ്ടേ? അമ്മ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ അലീന ചേച്ചി കൂടി ഇല്ലെങ്കിൽ നമ്മളുടെ കാര്യമൊക്കെ ആര് നോക്കാനാണ്? അതുമല്ല, നിന്നെയൊക്കെ കെട്ടിക്കുന്ന വീട്ടിൽ ജോലിക്കാരി ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ. അതിന് രോഹിയേട്ടാ, ജോലിക്കാരുള്ള വീട്ടിലേക്ക് എന്നെ കെട്ടിച്ചു വിടുകയുള്ളൂ. ഞാൻ അങ്ങോട്ടേ പോവുകയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ കഴിഞ്ഞില്ലേ? എന്തായാലും ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരാൻ പോകുന്നില്ല. ഇനി രോഹിയേട്ടന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആ അലീനയെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. അവളെ അവിടെ നിർത്തിയിട്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവളോട് അങ്ങോട്ട് പറ. എടി, നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ വരണ്ടടി എന്നെല്ലാം പറഞ്ഞോണ്ട് രോഹിത് അങ്ങോട്ട് പോകും. പിന്നീട് അലീന ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്. അച്ഛാ, അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് കുഴപ്പമില്ല മോളെ, മിക്കവാറും ഇന്ന് ചിലപ്പോ വാർഡിലേക്ക് മാറ്റും, മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ. അച്ഛാ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? അച്ഛൻ അവിടെ തനിച്ചല്ലേ? ഇപ്പോൾ അവിടെ സ്ത്രീകളായിട്ട് ആരെങ്കിലും വേണ്ടേ? ഞാൻ അങ്ങോട്ട് വന്നോട്ടെ അച്ഛാ, എനിക്ക് അമ്മയൊന്ന് കാണുകയും ചെയ്യാലോ. അപ്പൊ തന്നെ ബാലേന്ദ്രന് കാര്യം മനസ്സിലായി. അലീനയ്ക്ക് വൈദ്യ കണ്ടാ കൊള്ളാന്നുണ്ട്. മോളെ, നിലവിൽ ഇപ്പോൾ ഇവിടെ സ്ത്രീകളെ വേണമെന്നില്ല. പിന്നെ നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ മോൾ ഇങ്ങോട്ട് പോര്. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതിനച്ഛാ എനിക്ക് സ്ഥലമൊന്നും അറിയില്ലല്ലോ. എന്നാ മോളൊരു കാര്യം ചെയ്യ്, രോഹിത് എന്തായാലും നാളെ ഇങ്ങോട്ട് വരുന്നു എന്നാണ് മനുവിന്റെ അടുത്ത് പറഞ്ഞത്. നീ എന്തായാലും അവന്റെ കൂടെ ഇങ്ങോട്ട് പോരെ. അത് പിന്നെ അച്ഛാ, രോഹിത് എങ്ങനെയാ വരുന്നത് എന്ന് അറിയില്ലല്ലോ. അവൻ ബൈക്കിനാണെങ്കിലോ? ഹോ, അതൊക്കെ ഞാൻ അവനോട് പറഞ്ഞോളാം. നീ വരുമ്പോ നിന്റെ 2 കൂട്ടം ഡ്രസ്സ് കൂടി എടുത്തോ. ഇനി വൈജയുടെ കാര്യങ്ങൾ നോക്കാൻ സ്ത്രീകളെ വല്ല ആവശ്യം വന്നാലോ? ശരി അച്ഛാ, എന്ന് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃഷ്ണമോളെ ഏൽപ്പിക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരവിടെ ഫോണ് വെക്കും. അപ്പോൾ അലീനയ്ക്ക് അവിടെ ആകെ ടെൻഷൻ ആവാണ്. രോഹിത്തിനോട് എങ്ങനെ പറയും അവന്റെ കൂടെ ഞാനും ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്ന്? അപ്പോൾ കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നുണ്ട്. ചേച്ചി, അച്ഛൻ എന്താ പറഞ്ഞത്? അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. അച്ഛൻ എന്നോട് 2 കൂട്ടം ഡ്രസ്സ് എല്ലാം എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു, അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ സംസാരിച്ച് നിൽക്കുമ്പോ രോഹിത് അങ്ങോട്ട് വരുന്നുണ്ട്. അലീന ചേച്ചി, മനുചേട്ടൻ വിളിച്ചിരുന്നു. നാളെ എന്റെ കൂടെ ചേച്ചിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക്. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് അവിടെ സമാധാനാകും. എങ്ങനെ രോഹിത്തിന്റെ അടുത്ത് പറയുമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കായിരുന്നു അലീന. അങ്ങനെ രോഹിത് പറയും, ചേച്ചി തയ്യാറായിക്കോ പോവാനായിട്ട്. ഒരു ഉച്ചയ്ക്കാവുമ്പോഴേക്കും മനുവേട്ടൻ വരും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ശരി, ഞാൻ എന്നാ റെഡി ആയിട്ട് നിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് അവിടെ നിന്ന് പോകും. രോഹിത്തിന്റെ ഒരു മാറ്റമൊക്കെ കണ്ട് ആകെ അന്താളിച്ച് നിൽക്കാണ് അലീനയും കൃഷ്ണമോളും. ചേച്ചി, രോഹിതേട്ടന് എന്താ പറ്റിയത്? ചേച്ചിയുടെ അടുത്ത് നല്ല സ്നേഹത്തിലാണല്ലോ പെരുമാറുന്നത്. അതേടി മോളെ, 2 ദിവസമായിട്ട് ഞാനും ശ്രദ്ധിക്കണം അവനെ. അതൊക്കെ പോട്ടെ ചേച്ചി. ചേച്ചി എന്തായാലും പോവാനായിട്ട് വേഗം തയ്യാറാവാൻ നോക്ക്.
എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് പോകും. പിന്നീട് ഇവരെ കൊണ്ടുപോകാനായിട്ട് മനു വരുന്നുണ്ട്. അലീന ചേച്ചി, ചേച്ചി റെഡിയായോ? മനുവേട്ടൻ വന്നിട്ടുണ്ട്. ആ, ഞാൻ റെഡിയാണ്. എന്നാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് രോഹിത്തും അലീനയും ഇറങ്ങാൻ നിൽക്കാണ്. അപ്പോഴും ഭവിത അവിടെ ചിരിച്ചോണ്ട് കാമുകനുമായിട്ട് കാലുമ കാലെല്ലാം കയറ്റി ഒരേ ചാറ്റിംഗ് ആയിരിക്കും. ഇതോടും കൂടി രോഹിത്തിനാണ് ഒരു കാര്യം മനസ്സിലായി. ഇവളൊന്നും അമ്മയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല. ഒരു മനുഷ്യത്വം പോലും ഇല്ലാത്തവളാണ് ഇവളൊക്കെ എന്നൊക്കെ രോഹിത്ത് ഇങ്ങനെ മനസ്സിൽ പറയും. എന്നിട്ട് ഭവിത ചെവിയിൽ വെച്ചിട്ടുള്ള ആ ഒരു ഹെഡ്സെറ്റ് രോഹിത്താണ്ട് ഊരുന്നുണ്ട്. എന്താ രോഹിയേട്ടാ, എന്റെ ഹെഡ്സെറ്റ് എന്തിനാണ് ഊരിയത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി ഇന്ന് അമ്മയെ കാണാൻ പോകുന്നു എന്ന്. അതേ പറഞ്ഞു, അപ്പൊ തന്നെ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ. എടി, നിന്റെ കൂടെ അമ്മയാണ് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. വരുന്നില്ലെങ്കിലും അമ്മയുടെ വിവരമൊക്കെ ഒന്ന് തിരക്കിക്കൂടെ? അതിന് ഞാൻ തിരക്കുന്നുണ്ടല്ലോ. അമ്മ ഇപ്പോഴും ഐസിയുവിൽ തന്നെയല്ലേ, പിന്നെ എന്ത് തിരക്കാനാണ്? ഹോ, നീ തിരക്കിയെന്നല്ലേ? എന്നാ നീ കേട്ടോ, അമ്മയെ ഇപ്പൊ വാർഡിലേക്ക് മാറ്റി. നീ ഒന്നും തിരക്കണ്ടടി, അമ്മ ജീവിച്ചാലെന്ത് മരിച്ചാലെന്ത് എന്നെല്ലാം പറഞ്ഞോണ്ട് രോഹിത്ത് ഭവിതയുടെ അടുത്ത് പോകാൻ നേരം ദേഷ്യപ്പെടുന്നുണ്ട്. രോഹിത്തിന്റെ ഒരു ദേഷ്യമൊക്കെ കണ്ട് ഭവിത നൈസായിട്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങും. അലീനെ ഒന്ന് തുറിച്ചു നോക്കിയാണ് പോകുന്നത്. അപ്പൊ രോഹിത്ത് പറയും, നീ ഒന്ന് അവിടെ നിന്നേ. എന്തായാലും നീ വരുന്നില്ല, അമ്മയ്ക്ക് വേണ്ടി നിന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അതുകൊണ്ട് ഈ ബാഗും സാധനങ്ങളൊക്കെ നീ കാറിൽ കൊണ്ടുപോയി വെക്ക്. എന്താ ഞാനോ? എനിക്കൊന്നും പറ്റില്ല. ഈ അലീനയോട് പറ അതെല്ലാം കൊണ്ടുവെക്കാൻ. അപ്പൊ രോഹിത് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. അത് കണ്ട് ഭവിത അവിടെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഭവിത വേഗം പോയിട്ട് അലീന എടുത്തു വെച്ച സാധനങ്ങൾ മൊത്തം കാറിൽ കൊണ്ടുപോയി വെക്കും. അപ്പൊ മനു പറയുന്നുണ്ട്, ഇപ്പോഴാണ് രോഹിത് നീ ഒരു ചേട്ടനായത്, അതെന്തായാലും നന്നായി. അപ്പോൾ ഭവിതയാവട്ടെ എല്ലാം കാറിൽ കൊണ്ടുപോയി വെച്ച് ദേഷ്യത്തിൽ അങ്ങോട്ട് കേറി പോകും. പിന്നീട് മനു അലീനയും രോഹിത്തിനെയും കുട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കാറിൽ ഇരുന്നു കൊണ്ട് മനു ചോദിക്കുന്നുണ്ട്, രോഹിത്തെ, നീ ആളാകെ മാറിപ്പോയല്ലോ. അലീനയെ ട്രാപ്പിലാക്കാൻ വേണ്ടി നിന്റെ ഹരിയുടെയും അടുത്ത കുരുട്ടുബുദ്ധിയൊന്നും അല്ലല്ലോ? ഏയ്, അതൊന്നല്ല മനുവേട്ടാ, ഞാൻ എന്റെ പഴയ സ്വഭാവമൊക്കെ മാറ്റി. ഇനി ഞാനൊരു മോശം പ്രവൃത്തിയിലേക്കും പോവില്ല. ഹാ, അങ്ങനെയാ നിനക്ക് കൊള്ളാം. എന്റെ അനിയനായതുകൊണ്ട് പറയല്ല, നീ ഹരിയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അവനെ ഇനി നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അവന്റെ കൂടെ കൂടി നീയും ഓരോന്നിൽ പോയി പെടണ്ട. ഇല്ല മനുവേട്ടാ, ഞാൻ ഇനി ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ആ ഒരു കൂട്ടുകെട്ടൊക്കെ ഞാൻ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു എന്നൊക്കെ രോഹിത്ത് പറയുന്നുണ്ട്. എന്നാൽ അലീന രോഹിത്തിന്റെ ഈ ഒരു മാറ്റത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും. എന്നാലും ഇവൻ എന്ത് പറ്റി, പെട്ടെന്ന് ഇവൻ ഇങ്ങനെ മാറണമെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അലീന ഇങ്ങനെ മനസ്സിൽ പറയും. അങ്ങനെ പിന്നീട് അവർ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രനെ കണ്ട് അലീന ചോദിക്കും, അച്ഛാ, മാഡത്തിന് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മോളെ, ഇന്ന് വാർഡിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും അവള് കണ്ണു തുറന്നിട്ടില്ല. അതുകൊണ്ട് ഐസിയുൽ തന്നെയാണ്. അപ്പോൾ അലീന ഐസിയുന്റെ ഡോറിന്റെ പുറത്തൂടി വൈജ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ രോഹിത് ചോദിക്കുന്നുണ്ട്, അച്ഛാ, അച്ഛൻ വല്ലതും കഴിച്ചോ? അച്ഛന് വയ്യാത്തതല്ലേ? ഇന്നിവിടെ ഞാൻ നിന്നോളാം. അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട മോനെ, അച്ഛൻ കാരണല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് അവൾ കണ്ണു തുറക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അങ്ങനെ ഇപ്പോ അവൾക്ക് അങ്ങ് പോകാൻ പറ്റുമോ? ഒന്നിൽ നിന്നും ഒളിച്ചോടാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. അപ്പൊ രോഹിത് പറയുന്നുണ്ട്, ബാലേന്ദ്രന് മാത്രം അറിയാം രോഹിത് സത്യങ്ങളെല്ലാം അറിഞ്ഞത്. അവര് രണ്ടുപേരും മാറി നിന്നോട് സംസാരിക്കുന്നുണ്ട്. രോഹിത് പറയും, അച്ഛാ, അച്ഛൻ കഴിഞ്ഞതൊക്കെ മറക്കണം. അമ്മയ്ക്ക് മാപ്പ് കൊടുക്കണം. അമ്മ അച്ഛനെ ചതിച്ചതിനുള്ളതൊക്കെ അമ്മയ്ക്ക് ഇപ്പൊ കിട്ടി. ഇനിയും അച്ഛനും അമ്മയും വഴക്ക് കൂടരുത്. ഇല്ല മോനെ, അച്ഛന്റെ മരണം വരെ നിങ്ങളുടെ അമ്മ എന്നോട് ചെയ്ത ഒരു ചതി എന്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും. എന്തായാലും അവള് കണ്ണു തുറക്കട്ടെ എന്നൊക്കെ ബാലേന്ദ്രൻ പറയും. അങ്ങനെ പിന്നീട് ബാലേന്ദ്രനെ കൃഷ്ണമോളെ വിളിക്കുന്നുണ്ട്. അച്ഛാ, ചേച്ചി അവിടെ എത്തിയോ? അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ മോളെ, ചേച്ചി എത്തി. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതുവരെയായിട്ടും ബോധം വന്നിട്ടില്ല. ബോധം വന്നാലേ വാർഡിലേക്ക് മാറ്റുകയുള്ളൂ. അപ്പൊ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഓക്കെ അല്ലേ? കുറച്ചു ദിവസമായിട്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ നിൽക്കുന്നത്? അതൊന്നും കുഴപ്പമില്ല മോളെ. അതൊക്കെ പോട്ടെ, ഭവിത എവിടെ? അവളൊന്നും വിളിച്ചു പോലും നോക്കുന്നില്ലല്ലോ. അവൾ അവിടെ ഉണ്ടോ? ആ, ഉണ്ട് അച്ഛാ. ഇന്ന് രോഹിയേട്ടൻ കുറെ വിളിച്ചു അമ്മയെ കാണാൻ വരാൻ പറഞ്ഞിട്ട്. ചേച്ചി അപ്പോൾ അതിന് കൂട്ടാക്കിയില്ല. ഇവിടെ വന്നിട്ട് കണ്ടോളാന്നാണ് ചേച്ചി പറയുന്നത്. അപ്പൊ ബാലേന്ദ്രൻ ചോദിക്കും, അവൾ എവിടെ? ചേച്ചി ഇവിടെ ഉണ്ട് അച്ഛാ. 24 മണിക്കൂറും ഫോണിൽ ആരോടോ ചിരിച്ചോണ്ട് സംസാരാണ്. അപ്പൊ ബാലേന്ദ്രൻ അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യും. മോളൊന്ന് അവൾക്ക് കൊടുത്തേ. ശരി അച്ഛാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് ഫോണുമായിട്ട് ബബിതയുടെ അടുത്തേക്ക് പോകും. ചേച്ചി, ഫോണ്. ആരാ? അച്ഛനാണ്. അപ്പൊ ബബിതയുടെ വേഗം ഫോൺ വാങ്ങുന്നുണ്ട്. ഹലോ അച്ഛാ. ഹോ, എന്റെ മോക്ക് ജീവനുണ്ടോ? മോൾ അറിഞ്ഞിരുന്നോ മോളുടെ അമ്മയ്ക്ക് ആക്സിഡന്റ് പറ്റി? അമ്മ ഇപ്പോ ഐസിയുൽ കിടക്കുന്നത്. അച്ഛൻ എന്താ എന്നെ പരിഹസിക്കാണോ? ഏയ്, ഞാൻ പരിഹസിച്ചതല്ല മോളെ. മോളുടെ അമ്മ ഹോസ്പിറ്റലിലാണെന്ന് മോളെ ഒന്ന് അറിയിച്ചതാണ്. അപ്പൊ ബബിത ചോദിക്കും, അച്ഛനിപ്പോ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നിന്റെ അമ്മ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലായിട്ട് മോൾ എത്ര ദിവസം അമ്മയുടെ കാര്യങ്ങളൊക്കെ തിരക്കി? ആക്സിഡന്റ് പറ്റിയപ്പോൾ ഇവിടെ വന്നതല്ലാതെ പിന്നെ ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയോ? ഒന്ന് വിളിച്ച് അന്വേഷിക്കാനെങ്കിലും തോന്നിയോ? അപ്പൊ ബബിത പറയും, ഞാൻ കൃഷ്ണമോളോട് എല്ലാ കാര്യങ്ങളും തിരക്കാറുണ്ട്. പിന്നെ അവിടെ വന്നിട്ട് എന്താ കാര്യം? പുറത്തു നിന്ന് അമ്മയെ കാണാനല്ലേ പറ്റുകയുള്ളൂ. പോരാത്തതിന് അമ്മയ്ക്ക് ബോധവും വന്നിട്ടില്ല. ഹോ, അവൾക്ക് ഇത് തന്നെ വേണം. എടി, നിന്നെയൊക്കെ തലയിൽ വെച്ചല്ലേ അവള് വളർത്തിയത്. എന്നിട്ട് നിനക്കൊന്ന് സ്വന്തം അമ്മയെ തിരിഞ്ഞു നോക്കാൻ വയ്യ. അവിടെ ജോലിക്ക് നിൽക്കുന്ന അലീന, അവൾ എന്നും ഒരുപാട് വട്ടം എന്നെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്.
അച്ഛനിപ്പോ എന്താ വേണ്ടത്? ഞാൻ അമ്മയെ വിളിക്കാത്തതാണോ അച്ഛന്റെ പ്രശ്നം? എന്നാ ഞാൻ ഇനി എന്നും അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിക്കോളാം. എന്തായാലും അമ്മ ഇങ്ങോട്ടല്ല വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിത അങ്ങ് ഫോണ് കട്ടാക്കും. ഇതോടും കൂടി ബാലേന്ദ്രന് മനസ്സിലായി ഇനി വൈജ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയാലും ബബിത വൈജയെ തിരിഞ്ഞു നോക്കില്ല. ഒടുക്ക രോഹിത് പറയും, അച്ഛ അവളെ നോക്കണ്ട, അവൾക്കൊന്നും അമ്മയോട് ഒരു സ്നേഹവുമില്ല, അമ്മയെ അലീന ചേച്ചി നോക്കിക്കോളും. ഇതോടും കൂടി അമ്മയ്ക്ക് മനസ്സിലാവട്ടെ അലീന ചേച്ചിയുടെ വില എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. അതുപോലെ ഇനി കുറച്ചു ദിവസം വൈജയെ നോക്കാനായിട്ട് അലീനയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അലീന ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ ഭവിതയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. ഏകദേശം ഒരു പട്ടിണിയായ ഒരു അവസ്ഥയാണ്. അലീനയുടെ വില വൈജ മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.